Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്.കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക്, അതുപോലെ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ നമ്മൾ ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് പോവാം. കാരണം നമ്മൾ എപ്പോഴും ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കിയാലാണ് നമുക്കൊരു ഓവറോൾ മാർക്കറ്റിന്റെ ഒരു പിക്ചർ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ സ്റ്റോക്കുകളിൽ മാത്രം പോയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. കൂടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സിലായാലും നിഫ്റ്റി നമ്മൾ കൂടുതലായിട്ട് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യാറ്. അതുകൊണ്ടാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നിഫ്റ്റി ചാർട്ടോട്ട് പോകാം. ഇന്നൊരു 33 പോയിന്റിന്റെ മുകളിൽ ഒരു ക്ലോസിങ്, ഏകദേശം നല്ല രീതിയിൽ മേലോട്ട് പോയതായിരുന്നു. പക്ഷെ അവസാന ടൈമിൽ ഒരു സെല്ലിങ് വന്ന്, പക്ഷെ പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. 27,000 മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ നോക്കാം. നമുക്കിപ്പോൾ ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് നമ്മൾ എന്നും പറയുന്നതാണ്. റേഞ്ചൊക്കെ ഞാൻ കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതായത് നിഫ്റ്റിയുടെ ഒക്കെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ അറിയാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഏകദേശം 25,250 ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഒരു റേഞ്ച് കറക്റ്റായിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റില്ല, ഒരു റേഞ്ച് ആയിരിക്കും. ആ ഒരു റേഞ്ചിൻ്റെ അവിടെ ആയിരിക്കും കൂടുതലുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓവറോൾ കുഴപ്പമില്ല. ഇത്ര ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഒരു റിവേഴ്സലായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം ഇവിടുന്ന് നല്ലൊരു ലോവർ ലോ പോലുള്ളൊരു പാറ്റേൺ ആയതിനു ശേഷം ഇവിടുന്ന് കണ്ടു കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മേലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റേഞ്ചൊക്കെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മേലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പ് എന്നൊരു -2 പോയിന്റിന്റെ ഒരു ഇതിലാണ് ക്ലോസ് ചെയ്ത്. നമ്മൾ പറഞ്ഞൊരു എക്സാക്ട്ലി ആ ഒരു റേഞ്ചിൽ ചെറിയൊരു സെല്ലിങ്, വലിയൊരു സെല്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഈ 17,950 റേഞ്ച്. അവിടെ നിന്ന് ചെറിയൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ US മാർക്കറ്റൊക്കെ നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടും. അതിനുശേഷം വേണമെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലായിട്ട് FISന്റെ സെല്ലിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിന്റെ മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു തടസ്സം മെയിനായിട്ട് നിൽക്കുന്നത്. കാരണം നമുക്കൊരു മാർക്കറ്റിലേക്ക് ഒരു ഇൻഫ്ലോ ഇല്ല. കാരണം നമുക്ക് ഇന്ത്യയിലുള്ള മണി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കടന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് അധികം മാർക്കറ്റ് മേലോട്ട് പോകാത്തത്. FISും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മേലോട്ട് പോകാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് അവർ ഏത് സമയത്തായിരിക്കും അവർ ബൈയിലോട്ട് ടേൺ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് നിമിഷം സംഭവിക്കാം. അതുകൊണ്ട് മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പെട്ടെന്ന് നമുക്കൊരു മൂവ്മെന്റ് ഒക്കെ കിട്ടുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് 2 സ്റ്റോക്കുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങളുടെ രീതിയിലുള്ള നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഞാൻ എൻ്റെ രീതിയിലൊന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ അറിയാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പഠിക്കാനും അവർക്കൊക്കെ ആ സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം എൻട്രികളൊക്കെ നോക്കിയിട്ട് പേപ്പർ ട്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാൻ വളരെ നന്നായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് IMFA എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇന്ത്യൻ മെറ്റൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് 2% ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 851 രൂപയാണ് സ്റ്റോക്കിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് വരാം. ഞാൻ അതിലൊന്നും മാർക്ക് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്കിതിലേക്ക് ഒരു റെസിസ്റ്റൻസ് നമുക്ക് വരയാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എൻട്രികളൊക്കെ ഒന്ന് കൺസിഡർ. ഈ റെസിസ്റ്റൻസ് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നമുക്കിന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കളർ ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കാം. ഓക്കെ ഉണ്ടോ, ഈ രീതിയിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു പാറ്റേൺ ആണ്. ഈ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. നല്ലൊരു പാറ്റേൺ ആണ് ഇത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്നു സ്റ്റോക്ക്. അതിനുശേഷം ഇവിടുന്ന് മേലോട്ട് പോയി ഇവിടുന്ന് നല്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീണ്ടും താഴത്തോട്ട് പോകുന്നു. പക്ഷെ ഈ താഴത്തോട്ട് വന്നിട്ടില്ല. ഏകദേശം ഇതിന്റെ പകുതിയില്ല, ഒരു 1/4 ഭാഗത്തോടെ വന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്കറിയാം സെല്ലിങ് കുറച്ച് കുറവായിട്ടുണ്ട്. ബയേഴ്സിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്. ഇവിടുന്ന് കണ്ടോ നന്നായിട്ട് ഇവിടുന്ന് പുഷ് ചെയ്ത് കണ്ടോ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ ട്രേഡിങ്ങിന്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ താഴത്തൊക്കെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഞാൻ പെർസെൻറ്റേജ് രീതിയിൽ കാണിക്കാം. ഉദാഹരണത്തിന് ഉണ്ട് ഈ റേഞ്ചിന്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3% നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം.
അതിനുശേഷം ടാർഗറ്റ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു 10% ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിലേക്ക് നോക്കാവുന്നതാണ്. ഒരു 10% 900 ഒക്കെ ടാർഗറ്റൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം ഇന്നൊരു ചെറിയൊരു മൂവ്മെന്റ് വന്നൊരു വോളിയത്തോടെ ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പതുക്കണ്ട് ഈ റേഞ്ചിലോട്ടൊന്ന് പതുക്കൊന്ന് വരും. അധികം ചിലപ്പോൾ ഈ ടച്ച് ചെയ്ത് വരില്ല, ചിലപ്പോൾ ഈ താഴത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പതുക്കെ നോക്കിയിട്ട് എൻട്രി എടുക്കുമ്പോൾ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് എടുത്താൽ തന്നെ കുഴപ്പമില്ല. നമ്മളൊരു 10% എടുക്കാനുണ്ട് ഈ റേഞ്ചിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു സ്റ്റോപ്പ് ഈ ലൈനിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ് IMFA എന്ന് പറഞ്ഞ സ്റ്റോക്ക്. നിങ്ങളും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ചാർട്ടുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവും. പഠിക്കാൻ ആളുകൾക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് മാത്രമല്ലാണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ടെക്നിക്കലി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതുപോലെ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് സിപ്ല എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇന്നൊരു 3% ഒരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിരുന്നു കണ്ട, ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ റേഞ്ചിൽ കണ്ടില്ലേ, ആദ്യം ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് നല്ലൊരു സെല്ലിങ് വന്നെങ്കിലും ഇവിടുന്ന് കയറാൻ നോക്കി, ഇവിടുന്ന് പറ്റിയില്ല. പിന്നെ ഈ റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തു കാണില്ല. ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ റേഞ്ചിലോട്ട് വന്നു. ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഉണ്ട് ഈ റേഞ്ചിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഒരു 3 തവണ ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിലോട്ട് വന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇന്നത്തെ ഒരു ദിവസമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാനത് മായ്ച്ചു കളയാം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, നല്ലൊരു ക്യാൻഡിൽ നമുക്ക് ഫോം ആയിട്ടുണ്ട്. നല്ലൊരു പാറ്റേണുമാണ് ഈ ഒരു സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു പേപ്പർ ട്രേഡിങ്ങിന്റെ രീതിയിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിന്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം ഇതിന്റെ ബ്രേക്ക് ഔട്ട് റേഞ്ച് ഈ റേഞ്ചിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറി വന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. ഇതൊരു 2.5% സ്റ്റോപ്പ് ലോസ് 2.73 ആ രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 6% ഒക്കെ ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 1682 ഒക്കെ നിങ്ങൾക്ക് ചാർട്ടിൽ പോയിട്ടൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഈ സ്റ്റോക്ക് അതുപോലെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല ചാർട്ടുകളൊക്കെ അനലൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ചാർട്ടുകളൊക്കെ കറക്റ്റായിട്ട് അയച്ചാൽ ഇതുപോലുള്ള നല്ല നല്ല എൻട്രികൾ നിങ്ങൾക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനത്തെയുള്ള ചാർട്ടുകൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിലേക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. ലൈവ് മാർക്കറ്റിലേക്ക് ആയിരിക്കും ചിലപ്പോൾ നല്ല ചാർട്ടുകൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്കൊരു പഴയ ചാനൽ ഉണ്ടായിരുന്നു, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് ആ ചാനൽ ഇപ്പോൾ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ചാനൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ടായിരിക്കും നമ്മൾ വീണ്ടും എന്നും ഇതുപോലെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴത്തോട്ട് പോകും. കാരണം നമ്മൾ പഴയ വീഡിയോസിന് ഒരുപാട് പേര് നന്നായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പുതിയ ചാനൽ ചെയ്യാൻ തന്നെ ആ ഒരു മോട്ടിവേഷൻ ആയത്. അപ്പോൾ അതുകൊണ്ട് തുടർന്നും അങ്ങനെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഡീമോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു വീഡിയോ ചെയ്യാനുള്ള ആ ഒരു എനർജി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേണ്ട സംഭവമാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ രീതിയിലുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്